ശേഷം പിന്നെ അത് നിർത്തിയ സമയത്ത് കുറെ ഈ പറഞ്ഞ കോൺട്രവേഴ്സി എന്ന് പറയാൻ പറ്റും. ആൾക്കാർ ആൾക്കാരുടെ ഇത് എന്തിനാണ് ഒരു സ്പ്ലിറ്റ് അപ്പ് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ആ ഒരു റീസൺസ് ഒക്കെ ഒരുപാട് പേര് ഓൾഡ് സ്കൂൾ ബോയ്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിനകത്ത് ഇന്നലെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാർത്തി സൂര്യയും ഇവരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും ബോണ്ടും കാര്യങ്ങളൊക്കെ. പിന്നെ 1 year ആയിട്ട് ഇവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്റ്റും കാര്യങ്ങളൊന്നുമില്ല. എന്തൊക്കെയോ പേഴ്സണൽ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളായിരുന്നു. ഓക്കെ, 2 ദിവസം മുമ്പ് ഇവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈഫ് ആഫ്റ്റർ എൻ്റർപ്രൈസ് പോഡ്കാസ്റ്റ് എന്നും പറഞ്ഞിട്ടൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കാർത്തിക് സൂര്യയായിട്ട് ഇവർ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതിനെക്കുറിച്ചൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത്. അടിച്ച് പിരിഞ്ഞെന്നാണെങ്കിൽ പറയാം, അതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് പോവാം. ശേഷം പിന്നെ അത് നിർത്തിയ സമയത്ത് കുറെ ഈ പറഞ്ഞ കോൺട്രവേഴ്സി എന്ന് പറയാൻ പറ്റും. ആൾക്കാരുടെ ഇത് എന്തിനാണ് ആ ഒരു സ്പ്ലിറ്റ് അപ്പ് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ആ ഒരു റീസൺസ് ഒക്കെ ഒരുപാട് പേര് ഗണിച്ചെടുത്ത് നമ്മളെ അങ്ങനെ ഒരു കഥയൊക്കെ ഉണ്ടാക്കി ഒരു എന്തോ ഒരു കമന്റ് വായിക്കുമ്പോഴേക്കും ഇങ്ങനെ പറയാം. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും എന്ന് വെച്ചാൽ നമുക്കൊരു അടുത്ത എപ്പിസോഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒന്ന് പറയാം. ഇങ്ങനെയല്ല അതല്ലെന്ന് പറയായിരുന്നു. പിന്നെ അവിടെ മൗനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഇത് ആൾക്കാർ ഇങ്ങനെ റീസൺ. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞതിന് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും അല്ല. കാരണം ഇത് സോഷ്യൽ മീഡിയയിലാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ സോഷ്യൽ മീഡിയ വന്ന് ചില കാര്യങ്ങൾ ചർച്ചയായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ തന്നെ കറക്റ്റ് എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ കൊടുക്കണം. അല്ലെങ്കിൽ ഇത് വേറെ രീതിയിൽ പോവും. അവർ തന്നെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് ചില ആൾക്കാർ റിയാക്ട് ചെയ്ത് അതിങ്ങനെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ് നിങ്ങൾ തന്നെ എല്ലാത്തിനും കാരണം നിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കി നിങ്ങൾ ആവശ്യമില്ലാത്തതൊക്കെ കയറി ഇതെല്ലാം മെനഞ്ഞത് താൻ ഒരുത്തനാന്ന് പറഞ്ഞ് വെച്ചാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം വളച്ചൊടിച്ചാൽ ചിലപ്പോൾ അത് നെഗറ്റീവായി മാറും. അതൊന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും ബ്രോ. ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ എന്തായാലും ലൈഫ് ലോങ് അതൊരു അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ മാത്രമല്ല, അതൊരു എല്ലാ കാര്യത്തിലും എന്തായാലും ഒരു സ്പ്ലിറ്റ് അപ്പ് എന്ന് പറയുന്നത് അത് നാച്ചുറലി ഒരു സാധനമാണ്. അത് ഇത്രയും ഭയങ്കര ഒരു സംഭവമാക്കി ഒരു കോളൊക്കെ ആക്കേണ്ട ആവശ്യം ആർക്കും ഇല്ല. അതൊരു നാച്ചുറലി ഒരു സംഭവം. സിദ്ദിഖ് ലാല് പിരിഞ്ഞിട്ടുണ്ട്. ഇതിലിപ്പം സംഭവിച്ചു കഴിഞ്ഞാൽ 3-4 ആൾക്കാർ 4-5 പേരുണ്ട്. നമ്മൾ 5 പേർക്കും 5 പേഴ്സണാലിറ്റി ആയിരിക്കും, പല അഭിപ്രായങ്ങളാണ്. ഇത്രയും നാൾ പോയത് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം. 3 വർഷം പോയത്. ഇപ്പം 3 വർഷത്തെ കണക്ക് പറഞ്ഞല്ലോ. നിങ്ങൾ ഈ വർത്തമാനം കേട്ട കാർത്തിക് സൂര്യൻ നിങ്ങൾ സഹിച്ചതായിട്ടേ സത്യം പറഞ്ഞാൽ തോന്നത്തുള്ളൂ. അത് ആൾക്കാരുടെ ഇടയിലായിട്ടും അത് നെഗറ്റീവായിട്ടേ പോകാൻ ചാൻസ് കൂടുതലേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഗ്രൂപ്പുകളാകുമ്പോൾ എന്തായാലും സ്പ്ലിറ്റ് അപ്പ് ഒക്കെ നടക്കും. നമ്മൾ പിന്നെ ഭയങ്കരമായിട്ട് എന്താ അത് ഭയങ്കര ഒരു ഏലിയൻ ആയിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. അതൊക്കെ മനുഷ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അതിലിപ്പം റീസൺസ് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്നും എന്ന് വെച്ചാൽ നമ്മൾ പെർഫെക്റ്റ് ആണ് അവര് പെർഫെക്റ്റ് അല്ല, അങ്ങനെ ഒരു സാധനം. അത് നമ്മൾ ഒരു ഭയങ്കര ഒരു ഇവിടെ പോടാ അങ്ങനെയൊക്കെ വിളിച്ച് വഴക്കൊക്കെ കൂടിയാണ് പോയത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സാധനം റീസൺസ് കാണുമ്പോൾ നമുക്കും വിഷമമുണ്ട് അവനും വിഷമമുണ്ട്. അത് നാച്ചുറലി ഒക്കെ ചെയ്ത് അതത്രേ ഉള്ളൂ. നമ്മളിപ്പം ഇതൊരു ഗവൺമെന്റ് ജോലിയൊന്നുമല്ല അവിടെ സെർവ് ചെയ്യാൻ. കാരണം ഇത് ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെ ഒരു ഗ്യാരണ്ടി ഒന്നും ഇല്ല. അതുപോലെ തന്നെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു മോശം ഇതായിട്ട് എന്താ ഒരു എക്സ്പ്ലോസീവ് ആയിട്ട് ഒരു സാധനമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഡ്രാമ അങ്ങനെയൊന്നും ഭയങ്കരമായിട്ട് ഈ ഡ്രാമ ഒരു സാധനം ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പം അന്നത്തെ ആ വിഷയത്തിൽ ഇവർ ഈ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിട്ടിട്ട് ഇവരങ്ങ് പോവായിരുന്നു. പിന്നെ കാർത്തിക് സൂര്യ ഇതിനൊരു മറുപടിയോ കാര്യങ്ങളോ ആയിട്ട് ഒന്നും പുള്ളി വന്നിട്ടില്ല. അത് പിന്നെ ആന കുത്തി എന്ന് പറഞ്ഞാലും അത് അനങ്ങത്തില്ല. ഈ ഒരു ഗേളുമായിട്ടുള്ള കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു മറുപടി, ആൾക്കാരൊക്കെ കമന്റ് ബോക്സിൽ പൂരത്തെറി വിളിയായിരുന്നു. എടാ നീ മറുപടി തരണം എന്നൊക്കെ പറഞ്ഞിട്ടും എവിടെ നിന്നും പുള്ളി അനങ്ങത്തില്ല. കുറെ കഴിയുമ്പോൾ ആൾക്കാർ തന്നെ ഇട്ടിട്ട് പോവുകയും ചെയ്യും. ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ പറയാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പുള്ളി അങ്ങ് വിട്ടുപോകും. ശരിയാണ്, ആൾക്കാരെ കമന്റ് ബോക്സിൽ എപ്പോഴും തെറി പറയായിരുന്നു 1 മാസം കണ്ടിന്യൂസ് ആയിട്ട്. പക്ഷെ പുള്ളിയുടെ കാര്യം നോക്കി അങ്ങ് പോവുകയും ചെയ്തുമായിരുന്നു. അതുകൊണ്ട് പിന്നെ ആൾക്കാർ അത് വിടുകയും ചെയ്ത കാര്യങ്ങളാണ്. നല്ല നല്ല കാര്യം പോകുമ്പോൾ നല്ല കമന്റ് ഇട്ട് അങ്ങ് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ കാർത്തികിന്റെ ആദ്യത്തെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അതിൽ കമന്റ്സ് ഒക്കെ കൂടുതൽ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് കൂടുതൽ. നമ്മളെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഒരു സാധനമാണ് കൂടുതൽ. അത് നമ്മൾ വീഡിയോയിൽ അങ്ങനെ കാണുമ്പോൾ നമുക്ക് വേറൊരു POVയിൽ അങ്ങനെ തോന്നുന്നതാണ്. നിങ്ങളെ ഫ്രണ്ട്സ് ഇതേപോലെയാണ്, നിങ്ങൾ അവിടെ ക്യാമറ വെക്കില്ലെന്നേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. പെർഫെക്റ്റ് ആയിട്ടൊരു സാധനം ഒരിടത്ത് എത്തിച്ചിട്ടില്ല. ചിലപ്പം അവര് കാണുമ്പോൾ അങ്ങനെ അല്ലല്ലോ, അവരുടെ ഫ്രണ്ട്സ് പോലെയാണ് നമ്മളുടെ. അതിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇതുണ്ടാവും. നമ്മള് ക്യാമറ ഇല്ലാത്തതിന് മുൻ സ്കൂളിൽ നമ്മൾ പഠിക്കുമ്പോഴേ അടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ യൂട്യൂബിൽ പറഞ്ഞിട്ടില്ല. റീസൺ എന്താണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇത്രയും നാള് പോഡ്കാസ്റ്റിൽ ഇരുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് നമ്മൾ റീസൺ പറയാതെയൊക്കെ ഇറങ്ങുന്നത് മോശമായിരിക്കും. സ്ഥിരം വ്യൂവേഴ്സ് നമ്മൾ ഒരു റീസൺ പറയാതെ ഇറങ്ങി പോകുമ്പോൾ അവർക്കൊരു ഫെയർവെൽ വീഡിയോ ഒന്നും ചെയ്യാതെ നമ്മൾ പോകുമ്പോൾ അവർക്കൊരു വിഷമമായിരുന്നു.
അത് അവർ പ്രകടിപ്പിച്ച നമ്മൾ ആഴ്ചയിൽ 3 ദിവസമാണ് പോഡ്കാസ്റ്റ് ഇടുന്നത്. ആ ടൈമിൽ ഇത്രയും ലിസൺ ചെയ്യുന്ന ഒരാൾക്കാർക്ക് പെട്ടെന്ന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ നിർത്തണം എന്ന് കണ്ടപ്പോൾ ആൾക്കാർക്ക് ഒരു വിഷമം, ആ ഒരു ഇത് പെട്ടെന്ന് എന്ത് പറ്റി എന്നുള്ളൊരു അതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ അത് നമ്മൾ ഇത് പിന്നെ കൂടുതൽ അതിലോട്ടൊന്നും പോകുന്ന നമുക്ക് അതിൽ ഡൈസെക്ട് ചെയ്യാൻ താല്പര്യമില്ല. നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സിനൊരു വില കൊടുക്കണം. സത്യം പറഞ്ഞാൽ നിങ്ങൾ പറയുമല്ലോ, നിങ്ങളുടെ വീഡിയോ ഇടുമ്പോൾ അത് ഓക്കെ നോട്ടിഫിക്കേഷൻ കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ വന്ന് കയറുമ്പോൾ ആദ്യം എൻ്റെ ചാനൽ സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുമല്ലോ. ഓക്കെ, അപ്പം നിങ്ങളൊരു ഫാമിലി ആയിട്ടാണ്. നമ്മുടെ സത്യത്തിൽ ഈ മലയാളി ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫാമിലി ആയിട്ട് അങ്ങ് ഏറ്റെടുക്കും സത്യത്തിലാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിഷമമാണ്, ആളിയ ഫേഴ്സണലി വന്നിട്ട് എന്തൊക്കെയുണ്ട്, എന്താ ആളിയ വിഷയം എന്താ, ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവരെപ്പോലുള്ള ആൾക്കാരുടെ അടുത്ത് ചില മറുപടി കൊടുത്തിട്ട് പോവാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കാര്യങ്ങളൊക്കെ. ഇവിടെ ബാഡ് ആവുന്ന ആരാ? നിങ്ങൾ തന്നെയല്ലേ ബാഡ് ആവുകയൊക്കെ ചെയ്തത്. പിന്നെ അതിനുശേഷം നമ്മളിവിടെ ഒരു ലൈവ് വന്നായിരുന്നു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വീഡിയോ എടുക്കാനാണ് നമ്മൾ വന്നത്. ആ ടൈമിൽ എല്ലാവരും കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോഴൊരു ലൈവ് എടുത്തതാണ്. ആ ലൈവ് നമ്മളുടെ ലൈവിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ നമ്മൾ കുറച്ച് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എന്നാണ് കൂടുതൽ പറഞ്ഞത് അല്ലേ. അതിനുശേഷമാണ് ഈ ഒരുപാട് പേര് റിയാക്ഷൻ ഒക്കെ ചെയ്തത്. വീഡിയോ ഒക്കെ ഒരുപാട് കാരണം ഇതൊരു ചുരുളഴിയാത്ത രഹസ്യമാണ് ഇവരെന്തുകൊണ്ട് പിരിഞ്ഞു എന്നുള്ളത്. അപ്പൊ ഇതിനൊരു ഉത്തരം എന്നുള്ള രീതിയിൽ അവരങ്ങ് ഒരു സാധനം കണ്ടുപിടിച്ചു നോക്കിയപ്പോ എല്ലാവരും മറ്റേ കാരണം നമ്മൾ ഇറങ്ങിയിട്ട് കുറച്ച് മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ലൈവ് ഇപ്പൊ ഇറങ്ങി സ്റ്റോപ്പ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയപ്പോഴും ആരും ഒന്നും റിയാക്ട് ചെയ്തിട്ടില്ല. അതിന് വേറെ ഇതിൽ വീഡിയോയിൽ പറയും, അല്ലെങ്കിൽ എനിക്ക് അവരെ കണ്ടുവിടാന്ന് പറയുന്നത്, എന്നിട്ട് ഈ തെണ്ടി പറഞ്ഞിട്ട് പറഞ്ഞത് എന്റെ പേര്. അത് ഞാൻ പറഞ്ഞുതരാം. അത് കോണ്ടസ്റ്റ് പറഞ്ഞുതരാം എന്ന് പറഞ്ഞാൽ ഒരു Q&A ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ 2020 ഇട്ടിരുന്ന ഒരു ഇതില് കാർത്തികിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നിട്ടിരുന്നു. അത് അപ്പോഴും ഒരാൾ ചോദിച്ചു. അപ്പോഴേ എനിക്ക് എന്തോന്ന് കാർത്തികിന്റെ സ്വഭാവം എങ്ങനെയാണ്, അങ്ങനെ എന്തോ ആണെന്ന് അവനെ തന്നെ ഇഷ്ടമില്ല. പിന്നെയാണ് അവന്റെ സ്വഭാവം ഒന്ന് ചുമ്മാ അതിനെ 2023 ഒരു വീഡിയോക്കകത്ത് റിയാക്ഷൻ ലൈഫ് ഓഫ് അനന്തു പുള്ളി വന്നിട്ട് പറഞ്ഞു ഇതിങ്ങനെ എന്നിട്ട് ശ്രീകാന്ത്, പിന്നെ സീക്രട്ട് ഏജന്റ്, പിന്നെ കായ്സ് എന്ന് പറഞ്ഞൊരു നിന്റെ പേര്. അപ്പോഴെനിക്ക് മനസ്സിലായി ഇവരൊരു റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി റിയാക്ഷൻ ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഒന്നും നോക്കാതെ, അല്ലെങ്കിൽ ഇത്രയും ഒരു 2020 അല്ലെങ്കിൽ ഒരു ക്ലിക്ക് ബൈറ്റിനോ അങ്ങനെ. ലൈഫ് ഓഫ് അനന്തു എനിക്ക് തോന്നുന്നു അനന്തു ബ്രോ ആ സമയത്ത് അത്ര ഫെയിം അല്ലായിരുന്നു. ഈ സമയത്ത് അനന്തു ബ്രോ കോളും ഫെയിമും കാര്യങ്ങളൊക്കെ ചെയ്തത്. ആ സമയത്ത് ഈ കൈസും സീക്രട്ട് ഏജൻറ്റും ആയിരുന്നു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അന്ന് കാർത്തി സൂര്യ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ മതി. അദ്ദേഹത്തിന് ലൈഫ് ഓഫ് അനന്തുവിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ നല്ല പക്കയായിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. ഓക്കെ, ഇദ്ദേഹം ആ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരെങ്ങനെ എന്തെങ്കിലും പഴയ സാധനമാണെങ്കിലും പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ടാണെങ്കിൽ അത് കറക്റ്റായിട്ട് അത് പറയും. ഈ റിയാക്ഷൻ ചാനൽ പുച്ഛിക്കുന്നവരോട് പറയും. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കുറേ ഫാമിലി വ്ളോഗേഴ്സിനൊക്കെ കുറേ ഇപ്പോൾ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട് ഈ റിയാക്ഷൻ ചാനൽ ചെയ്യുന്നവർ. കാരണം അവർ കറക്റ്റായിട്ട് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ വ്യക്തിയുടെ കാര്യം തന്നെ തപ്പി പിടിച്ചുകൊണ്ട് വന്നെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലേ, അന്ന് അങ്ങനെ ഓക്കെ അയാൾ തമാശക്കിട്ടേക്കാൻ പറ്റും. പക്ഷെ ചില ആൾക്കാർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആ കാര്യങ്ങളൊക്കെ. ഞാനിവിടെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഇപ്പോഴും ചുരുളറിയാത്ത കുറേ രഹസ്യങ്ങളും കാര്യങ്ങളും ഇതിനകത്തൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബും ഒക്കെ ചെയ്യുക. എന്തായാലും അവരൊന്നിക്കട്ടെ, അവരൊന്നിച്ച് കാണാൻ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ അവരൊന്നിച്ച് വരട്ടെ, അതാണ് നമ്മുടെ സന്തോഷം. ഓക്കെ, ബൈ, ലവ് യു ഓൾ.